മറ്റേ അവളുടെ കയ്യിലുള്ള വാള് അപ്പുറത്തൊന്ന് കുത്തി വീഴുമ്പോഴത്തേനും ഇവൻ അവളുടെ കൊണ്ട് കുത്തും. അവളുടെ വയലിലൂടെ അവൻ്റെ വാള് കുത്തി ഇറക്കും. അവളാണ് വേദനിച്ചിട്ട് അവൾക്ക് വേദനയെക്കാളും കൂടുതൽ അവൻ കുത്തി എന്നുള്ളൊരു വിഷമമില്ലേ, അത് കാരണം അവനിങ്ങനെ അവളുടെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് അവനെ ഇങ്ങനെ നോക്കും. അവനാണിങ്ങനെ കുത്തിയതിൻ്റെ അവനെ ഇഷ്ടപ്പെട്ടല്ല അവൻ കുത്തിയത്, എന്നാൽ പോലും അവൻ കുത്തിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ കുത്തിയിട്ട് അവനിങ്ങനെ അവളെ നോക്കുക. എന്നിട്ടാണെങ്കിൽ അപ്പോഴത്തേനും അവൾ പറയും, അവസാനം ഇങ്ങനൊരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലായിരുന്നു, അത് വന്നു ചേർന്നു എന്ന് പറയുമ്പോഴത്തേനും അവരാണെങ്കിൽ അവൻ്റെ വാൾ വലിച്ചങ്ങ് ഊരും. പെട്ടെന്ന് ചോരയൊക്കെ തെറിച്ച് അവൾ പുറകോട്ടങ്ങ് വീഴും. അവളങ്ങ് പുറകോട്ട് വീണ് വീഴുമ്പോഴത്തേനും അവളുടെ അരയിൽ നമ്മുടെ മറ്റേ ആ മുത്തില്ലേ, അതായത് മറ്റേ അപ്പൂപ്പനടുത്തുനിന്ന് ആ ക്രിസ്റ്റൽ അതുണ്ടായിരുന്നു, അത് താഴോട്ടങ്ങ് വീഴും. അവനത് കണ്ടുകൊണ്ട് അവൻ പതിയെ എടുത്തങ്ങ് പൊക്കി അങ്ങ് പിടിക്കും. ഇങ്ങനെ പൊക്കി നോക്കുമ്പം അവനത് ഓർക്കും പഴയ കാര്യം. അവൻ അവളുടെ കൈ കൊടുത്തിട്ട് പറയത്തില്ലേ, എന്തൊക്കെ കാര്യമുണ്ട് നീ ഇത് ഉപേക്ഷിക്കരുത്, കൈവിട്ട് കളയല്ലെന്ന്. അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും അവൻ. അതപ്പോൾ അവനിങ്ങനെ ഓർക്കുമ്പോഴത്തേനും പെട്ടെന്ന് അവളും പിന്നെ ഓർക്കും. അവളാണെങ്കിൽ അപ്പുറത്തും അവനിപ്പുറത്തും മറ്റേ ആ ഒരു കവാടത്തിന് അപ്പുറത്തും നിൽക്കുമ്പോഴത്തേനും അവൻ ഒന്ന് പറയത്തില്ലേ, യൂരിയാൻ നീ പുറത്ത് പോയി നന്നായിട്ട് ജീവിക്കണം, നീ നല്ലതായിട്ട് ജീവിച്ച് നല്ല സന്തോഷമായിരിക്കണം, എപ്പോഴാണ് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൾ ദേഷ്യപ്പെടും, നീ എന്നെ പറയുന്നു, നീ എൻ്റെ കൂടെ വന്നേ, അപ്പം നമുക്ക് ഒരുമിച്ച് പോകും, നീ എനിക്കൊന്ന് വാങ്ങും, നമുക്ക് ഒരുമിച്ച് പോകാമെന്നല്ലേ പറഞ്ഞാൽ അവൾ വഴക്കുണ്ടാക്കുന്ന ആ ഒരു രംഗമൊക്കെ ഇല്ലേ, ആ പഴയ കാര്യമൊക്കെ അവളിങ്ങനെ ഓർക്കുക. അപ്പോൾ അവളത് ഓർത്ത് അവളിങ്ങനെ കരയുമ്പോഴത്തേനും അവൻ ആ ബോളി നോക്കിയിട്ട് അവൻ പറയും, ഇത്തവണ ഞാൻ നിന്നെ വെറുതെ വിടുന്നു, കാരണം ഞാൻ നിന്നെ ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടെന്ന്. അതുകൊണ്ട് അവൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരും. അവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞ രാത്രിയിൽ അവളുടെ കവൾ തുമ്മ കൊടുക്കത്തില്ലേ, ആ സീനും പിന്നെ മറ്റേ ആ മിസ്റ്റീരിയസ് പ്ലേസിൽ വെച്ച് അവളുടെ വാളിൽ നിന്ന് അവൻ്റെ നെഞ്ചത്ത് കുത്തിയിറങ്ങുന്ന ആ രംഗമൊക്കെ അവനിങ്ങനെ ഓർത്തുകൊണ്ട് അവളോട് സംസാരിക്കാൻ. അവൻ്റെ കൂടെ തന്നെ അവൻ്റെ അച്ഛൻ സ്വന്തം കഴുത്ത് മുറിച്ച് മരിച്ചതും അവൻ ആരുടെയും ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അവൻ്റെ അച്ഛൻ്റെ മരണ കാരണം ഇവളാണെന്നാണ് അവൻ്റെ വിചാരം. സോ അവന് അവളെയും കൊല്ലാൻ പറ്റുന്നില്ല, എന്നാൽ അവന് ഇഷ്ടമുള്ള പെണ്ണ് ഇവളങ്ങനെ ചെയ്തു എന്ന് കാണിക്കാനും പറ്റുന്നില്ല. ഒരു പ്രത്യേകതര ഒരവസ്ഥയാണ്. അവളെയും കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് അവളോട് അവൻ പറയുക, ഇനി മേലെ എൻ്റെ കൺമുന്നിൽ വന്നേക്കരുത്, ഞാൻ നിന്നെ കാണാൻ ഇടയാകരുത്, എങ്ങാനും ഞാൻ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിന്നെ കൊന്നുകളയും, എൻ്റെ മുന്നോട്ടൊന്നും നീ വരലെന്ന് പറയും. അതും ഭയങ്കര സങ്കടത്തോടെ കണ്ണ് നിറഞ്ഞാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ യൂലിയനും ഭയങ്കര സങ്കടം. അവനാണ് എന്നിട്ടാണെങ്കിലോ ആ മുത്തിലെ ക്രിസ്റ്റൽ ബോൾ അതവൻ അവൻ്റെ ശക്തി കൊണ്ട് അത് പൊടിച്ച് കളയും. അതൊരു കാണുമ്പോൾ അവൾക്കങ്ങ് ഭയങ്കര സങ്കടവും. എന്നിട്ട് അവളെ ഇട്ടിട്ട് അവൻ തിരിച്ചു പോവും. അവളപ്പോഴത്തേനും ബോധം കെട്ടങ്ങ് വീഴും. ഉടനെ അവൻ പോകുന്നതിനോട് പടയാളികളെല്ലാം പാഞ്ഞ് അവൻ്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് അവളെ കൊല്ലാൻ വേണ്ടി വാൾ വെച്ച് വീശും. പക്ഷേ എന്തോ ഒരു വലയം അവളുടെ ചുറ്റുമുണ്ട്, അവർക്ക് ആ വലയം പൊട്ടിക്കാൻ പറ്റുന്നില്ല, അവളെ കൊല്ലാൻ അവർക്ക് പറ്റുന്നില്ല. നമ്മൾ ലീസുവൻ ഉണ്ടാക്കിയ വലയവാ, കാരണം ഇവരാരും കൊല്ലാതിരിക്കാൻ വേണ്ടി. ഉടനെ ഇവർ വന്നിട്ട് പറയും, ലീസുവൻ നീ ഇപ്പോഴും ഇവളെ പറഞ്ഞു വിടാനുള്ള ഉദ്ദേശമാണെങ്കിൽ നിന്നെ വരെ ഞങ്ങൾ കൊല്ലേണ്ട കാര്യം വരും, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നീ വലയം പൊട്ടിക്കാൻ പറയും. അപ്പോൾ അവൻ്റെ ശക്തി കൊണ്ട് ഇവന്മാരെല്ലാം അടിച്ചങ്ങ് തെറിപ്പിക്കും. എന്നിട്ട് ഇവനങ്ങ് ഫ്രണ്ടോട്ട് നടന്നു പോകും. അപ്പം തന്നെ അങ്ങോട്ട് പെട്ടെന്ന് നമ്മുടെ പ്രിൻസിപ്പൽ പറന്ന് വന്ന് നോക്കിയിട്ട് പറയും, അയ്യോ യൂലിയനെ പറ്റി ഓടിപ്പോയി യൂലിയനെ എടുക്കും. എന്നിട്ട് യൂലിയൻ പറയും, എന്നോട് ക്ഷമിക്കുന്നു, നീ ഒരുപാട് താമസിച്ചിട്ട് അവളെ എടുത്തിട്ട് അവനങ്ങ് പോകും. അപ്പോഴത്തേക്കും നമ്മൾ ലീസുവനെ പതിയെ നടന്നു വരുമ്പോൾ ഫ്രണ്ടിൽ രാജകുമാരൻ നിൽക്കും. രാജകുമാരനൊന്നും മിണ്ടാതെ അവനങ്ങ് ഫ്രണ്ടോട് എടുക്കും. ഉടനെ രാജകുമാരൻ തിരിഞ്ഞു ചോദിക്കും, നീ എന്തുകൊണ്ട് അവളെ വെറുതെ വിട്ടെന്ന് ചോദിക്കും. എന്നിട്ട് അവൻ ഇച്ചിരി ഫ്രണ്ടോട് നിന്നിട്ട് ഒരു ശ്വാസം ഇങ്ങനെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനങ്ങ് വീഴും. ഉടനെ ഇവനോട് രാജകുമാരൻ ലീസുവൻ എന്ത് പറ്റി ചോദിക്കും. ആ സമയം നമ്മളെ കാണുന്ന രാജകൊട്ടാരത്തിൽ ഒരു പടയാളി വന്നിട്ട് പറയുക, ലീസുവാനും രണ്ടാമത്തെ രാജകുമാരനോട് കൂടി ആ ഒരു അവളെ പറഞ്ഞു വിട്ടു, അവളെ കൊല്ലാൻ കിട്ടിയൊരു അവസരവും കളയാതെ അവളെ കൊന്നു കളഞ്ഞില്ല, പകരം അവളെ വെറുതെ വിട്ടു. നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ പടയാളികൾ ലീസുവനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രാജാവിന് ഭയങ്കര ദേഷ്യം വരും, കാരണം അവൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തവരല്ലേ. രാജാവ് അങ്ങ് ദേഷ്യപ്പെട്ടു, അവൻ എന്നെ പരിപാടിയാണ്. ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കും നമ്മുടെ ക്രൗൺ പ്രിൻസ്. പിന്നെ പടയാളി പറയും, ഇതെല്ലാം എനിക്ക് തിരിഞ്ഞു വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ രാജകുമാരൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ വന്ന് ഈ കാര്യമെല്ലാം പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഈ അവസരം നോക്കി നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയാൻ തുടങ്ങും. വലിയ ബഹുമാനത്തോട് പറയും, അച്ഛനിപ്പം എനിക്ക് തോന്നുന്നു അവൻ്റെ ഉദ്ദേശം എനിക്കിപ്പോൾ മനസ്സിലായെന്ന് പറയും. ഉടനെ രാജാവ് ചോദിക്കും എന്താണെന്ന്. ഉടനെ പറയും, ഇപ്പം അവനാണെങ്കിൽ എല്ലാവരും വിളിച്ച് നമ്മുടെ ലീസുവിനെ രക്ഷിച്ച പോലെ കാണിക്കും, എന്നിട്ട് അവിടെ പോയിട്ട് ഉറപ്പായിട്ടും അവർ രണ്ടും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കുൽമുക്ലാനിലുള്ള ആൾക്കാരെ കൊണ്ട് ഇവരെല്ലാം പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് പറയും. അത് കേട്ടുകൊണ്ട് രാജാവ് പറയും, അവരുടെ പ്രശ്നം ഉണ്ടാക്കി എന്നെ കിട്ടാൻ നീ നിന്റെ സ്വന്തം അനിയനെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെന്ന് പറയും. അത് കേട്ടുകൊണ്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും, ഞാൻ കുറ്റപ്പെടുത്തിയത് അച്ഛന് തോന്നുന്നുണ്ടോ? അങ്ങനെ ബുദ്ധിശാലിയല്ലേ, അങ്ങ് ചിന്തിച്ച് നോക്കും. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും എല്ലാവർക്കും അത് ശരിയാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവനൊരു ചാൻസ് ഉണ്ടാകും, അപ്പോൾ അവനെ വലിയ ആളായിട്ട് കാണിക്കാൻ വേണ്ടി അത് തന്നെയാണ് പറയും. അപ്പോൾ അവിടെ നിന്ന് കുറേ എണ്ണം ഉണ്ടല്ലോ, മറ്റേ ഞാൻ പറഞ്ഞ മന്ത്രിമാരെന്ന് ആയിട്ട് തന്നവർ, അവരും ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ കുശിക്കാൻ തുടങ്ങും. അതിന് രാജാവിന് എന്തോ പോലെ തോന്നും. രാജാവ് ചോദിക്കും, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എൻ്റെ വാക്കും അല്ല എൻ്റെ ഓർഡർ തെറ്റിക്കാൻ അവൻ ആരാന്ന് ചോദിക്കും. അപ്പോഴത്തേനും നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും,
എനിക്ക് ഉറപ്പൊന്നുമില്ല, എന്നാലും ഞാൻ പറയുവാണ്, അവൻ ഇങ്ങനൊരിതുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ ആൾക്കാരും ഇങ്ങനെ ആക്കും. അവൻ കുൻമുക്ലാനുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ട് അവൻ ചെയ്തില്ലെങ്കിൽ അവൻ എന്തോ ഉദ്ദേശം ഉണ്ടെന്ന് പറയും. അദ്ദേഹത്തിന് രാജാവിന് ദേഷ്യം വന്നിട്ട് പറയും, എത്രയും പെട്ടെന്ന് രാജ്യം മൊത്തം ആൾക്കാരെ വിടുക, രണ്ടാമത്തെ രാജകുമാരനെ ലീസുവാനെ നേരിട്ടുണ്ട്, അപ്പം കൊന്നു കളയാൻ പറയും. അത് രാജാവ് പെട്ടെന്ന് ഉദ്ദേശിച്ചെടുത്താലും ഇത് നമ്മുടെ ക്രൗൺ പ്രിൻസിനൊരു ബെനിഫിറ്റ് പോലെ പുള്ളി അങ്ങനെ സന്തോഷിക്കും. അത് നമ്മളെ കാണിക്കുന്നത് നമ്മൾ അക്കാഡമി ലീസൻ്റെ മുറിയിൽ ലീസൻ അവിടെ കിടക്കുന്ന പതിയെ ലീസൻ കണ്ണു വെക്കുന്നത് നമ്മുടെ പിയാരനും നമ്മുടെ യാരനും ഉണ്ട്. ഉടനെ അവൻ ചോദിക്കും, ഞാൻ ഇത് എവിടെയാണെന്ന് ചോദിക്കും. അപ്പോഴത്തേനും പിയാരൻ പറയും, ഇത് നിൻ്റെ റൂം അക്കാഡമിയിൽ എന്ന് പറയും. ഉടനെ അവൻ എഴുന്നേൽക്കുമ്പോഴത്തേനും അവൾ പറയും, ഇതെൻ്റെ ഇതല്ലായിരുന്നു നമ്മൾ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് വേണ്ടെന്ന് നോക്കുന്നത്, എൻ്റെ വീട്ടുകാരുടെയാണെന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ ലീസൻ പറയും, അത് കുഴപ്പമില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയും. അപ്പോഴത്തേനും പെട്ടെന്ന് പിയാരൻ പറയും, അത് അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറയാൻ വരുമ്പോഴത്തേനും നമ്മുടെ യാരും പറയും, ഇപ്പം അവനൊട്ടും വയ്യ ചേച്ചി, ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, നമുക്ക് പിന്നെ പറയാമെന്ന് പറയും. അപ്പോഴത്തേനും അവൾ പറയും ശരിയാണെന്നുണ്ട്, അവരതങ്ങ് നിർത്തും. പിന്നെ ആരൊന്നും കൂട്ടിയിട്ട് പറയും, ലീസോൻ എണീറ്റെങ്കിൽ ലോഡ്സിയെ പോയി കാണാൻ പറയാൻ പറയും. ഉടനെ അവൾ പറയും ശരിയെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ലീസോനാണെങ്കിൽ നമ്മൾ ലോഡ്സിനെ മുന്നിൽ പോയി മുട്ടുകുത്തി പറയും, എൻ്റെ തെറ്റാണ് എല്ലാം, അതുകൊണ്ട് എന്നെ ശിക്ഷിക്കാൻ പറയും. അപ്പോഴത്തേനും ലോഡ്സി പറയും, നീ ഇവിടെ വന്നപ്പം നീ ഒരു പാവമായിരുന്നു, നിനക്കൊരു ആൾക്കാർ എന്നാ പറയുന്നതെല്ലാം നീ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അത് അവർ കുൻമുക്ലാലുള്ള ആൾക്കാരെല്ലാം ഭയങ്കര ട്രിക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, പെട്ടെന്ന് ചീറ്റിയും പെട്ടെന്ന് കബളിപ്പിക്കും, അതുകൊണ്ടാണ് അവളുടെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. നീ അതുകൊണ്ട് ഒരുപാട് തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല. പക്ഷേ നിനക്കിനി ഈ അക്കാഡമി നിൽക്കാൻ പറ്റത്തില്ല, നിന്നെ ഈ അക്കാഡമിയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ലീസോനങ്ങ് സങ്കടം വന്നിട്ട് സഹിക്കാൻ പറ്റും. ഈ അക്കാഡമിയിൽ നിന്ന് പുറത്താക്കി, അതുപോലെ ഞാൻ ഇനി നിൻ്റെ മാസ്റ്ററും അല്ല, എത്രയും പെട്ടെന്ന് പൊക്കോളാൻ പറയും. അവൻ വിളിക്കും മാസ്റ്റർ മാസ്റ്റർ എന്ന് വിളിക്കുമ്പോഴത്തേനും അവൻ ലോഡ്സ് പറയും, എത്ര ദൂരം അത്രയും ദൂരം നീ പൊക്കോ, ഇനി മേൽ എന്നെ മാസ്റ്റർ എന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരല്ലെന്ന് പറയും. അവൻ തിരിച്ചൊന്നും പറയാതെ അവിടെ നിന്ന് എണീറ്റ് കരഞ്ഞുകൊണ്ട് തിരിച്ചിറങ്ങിപ്പോവും. അവൻ പോകുന്ന കാണുമ്പോൾ നമ്മൾ ലോഡ്സിക്കും കുറച്ച് സങ്കടമുണ്ട്, പക്ഷേ എന്നാ ചെയ്യാനാ, അവനങ്ങനെ അക്കാഡമി ഇറങ്ങി പോവുക. അവനങ്ങനെ അക്കാഡമിയിൽ കൂടെ അങ്ങനെ നടക്കുമ്പോഴത്തേനും അവന് പെട്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അതായത് ചെങ്ചാങ്ങും ബിയാരിനെയും കൊണ്ടുള്ള ഓർമ്മകളൊക്കെ അവനിങ്ങനെ വരും. അവർ കളിച്ച് ഓടുന്നതും വർത്തമാനം പറയുന്നതും വീഴുന്നതും അങ്ങനെയുള്ള കുറേ പഴയ ഓർമ്മകൾ അവന് മനസ്സിലോട്ട് വന്നിട്ട് അവനത് സന്തോഷം തരും സങ്കടവും തരുന്ന രീതിയിൽ അവരൊരുമിച്ചിരുന്ന സ്ഥലങ്ങളും അവരൊരുമിച്ച് നടന്ന സ്ഥലങ്ങളും, പിന്നെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ക്ലാസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോകുന്ന എല്ലാം അവനിങ്ങനെ കാണുക ഫ്രണ്ടിൽ. കാരണം അവൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാവരും ഇനി അവർ കാണത്തില്ലല്ലോ, അവനിങ്ങോട്ട് തിരിച്ചും വരുത്തല്ലോ. അതുകൊണ്ട് അവനിങ്ങനെ നോക്കുമ്പം അവരെല്ലാം ഇറങ്ങിപ്പോകുന്നതെല്ലാം അവനിങ്ങനെ കണ്ട് അവന് സന്തോഷവും സങ്കടവും ഒരുമിച്ചുള്ളൊരവസ്ഥ. അവനിങ്ങനെ ചുറ്റും നോക്കിയിട്ട് അവൻ നിന്നാണ് കരഞ്ഞിങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകും. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കും നമ്മുടെ യൂലിയാനെയാണ്. പ്രിൻസ്മാണെങ്കിൽ അവൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ യൂലിയാൻ്റെ ദേഹത്തുള്ള മുറിവ് ഇങ്ങനെ ഉണക്കുക. ആ സമയത്ത് നമ്മുടെ യൂഷനാണ് ഉണ്ടായിരുന്നു. യൂഷൻ പറയും, എന്ത് ദുഷ്ടനാ ഈ ലീസ്വാൻ, അവനെ കെട്ടിയ അവസരത്തിൽ അവൾക്ക് നല്ല രീതിയിലുള്ള മുറിവ് കൊടുത്തില്ലെന്ന് പറയും. ഉടനെ അവളിങ്ങനെ കരഞ്ഞുകൊണ്ട്, അത് നമ്മുടെ യൂലിയൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പാതി മയക്കത്തി ലീസ്വാൻ എന്ന് വിളിക്കും. ഇത് കേൾക്കും നമ്മുടെ പ്രിൻസ്പോ. ഒരു കാര്യം കേട്ടെ, കഷ്ടപ്പെട്ട് പ്രിൻസ്പോ അവൻ്റെ ശക്തി ഉപയോഗിച്ച് അവളെ രക്ഷിക്കാൻ നോക്കുന്നു. അവളാണെങ്കിൽ അവളെ കുത്തി അവന് ഓർത്തിരിക്കുന്നു. എന്നിട്ടാണ് ഇത് കഴിഞ്ഞ് നമ്മുടെ പ്രിൻസ്മോന് അങ്ങ് സങ്കടം വരും. എന്നാൽ പോലും പുള്ളി ശക്തി ഉപയോഗിച്ച് നിൽക്കുക. അത് നമ്മളെ കാണിക്കും നമ്മുടെ ലീസ്വാനാണെങ്കിൽ അക്കാഡമി ഇറങ്ങി പോകണമല്ലോ, അത് നടന്നുകൊണ്ടിരിക്കുക അക്കാഡമി കൂടി. അപ്പോഴത്തേനും അങ്ങ് നടക്കുമ്പോഴത്തേനും നമ്മുടെ ചെങ്ചങ്ങും ബിയാൻ അങ്ങോട്ട് വരും. ഉടനെ അവൻ ചോദിക്കും, ഇത് നിങ്ങൾ തന്നെയാണെന്ന്. ഉടനെ അവർ പറയും ഞങ്ങളല്ലാതെ പിന്നെ. ഇത് പറയും, ഞങ്ങളിപ്പോൾ ഇവിടെ അക്കാഡമി ഫുള്ള് നോക്കുക, അവരെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങളാരാ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉടനെ നമ്മുടെ ലീസ്വാൻ പറയും, ഞാൻ കാരണം നിനക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായല്ലോ എന്ന് പറയും. ഉടനെ അവർ പറയും, എന്ത് പ്രശ്നം, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് പറയും. അത് കേട്ടോണ്ട് നമ്മുടെ ലീസ്വാൻ പറയും, ഇനി എന്നാലും ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറയും. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടെന്ന് പറയും. ഇത് കേട്ടോണ്ട് നമ്മുടെ ബിയാൻ പറയും, അതെന്നാ പരിപാടി, എന്നാൽ ഞങ്ങളും വരുന്നതിൻ്റെ കൂടെ എവിടെ ആയാലും എല്ലാവരും റിവഞ്ച് എടുക്കാമെന്നൊക്കെ പറയും. അത് കേട്ടോണ്ട് നമ്മുടെ ലീസ്വാൻ പറയും, അതിന് നമുക്ക് ഒരാളെ കണ്ടുപിടിക്കണം, നമ്മുടെ രാജകുമാരനെ കണ്ടുപിടിക്കണം പറയും. അതുവഴി നമ്മളെ കാണിക്കുന്നത് രാജകുമാരാണെങ്കിൽ കൊട്ടാരത്തിലോട്ട് കയറുമ്പോഴത്തേനും പെട്ടെന്ന് പടയാളികളെല്ലാം വന്ന് കഥ കടച്ചിട്ട് ചുറ്റും വളഞ്ഞു നിൽക്കും. നമ്മുടെ അസിസ്റ്റൻറ്റ് ചോദിക്കും, ഇവരൊക്കെ ഇങ്ങനെ പരിപാടി കാണിക്കുകയായി. ഉടനെ പുള്ളി വന്നിട്ട് പറയും, രാജാവിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോഴത്തേനും അവർ രണ്ട് മുട്ടൂത്ത് നിൽക്കും. ഉടനെ പുള്ളി വായിക്കും, രാജാവിൻ്റെ ഓർഡറാണ് ലോങ് വെയർ എന്ന രണ്ടാമത്തെ രാജകുമാരൻ ലീസ്വാൻ്റെ കൂടി കുൻമുക്ലാനുള്ള എല്ലാവരെയും വെറുതെ വിടാൻ സഹായിച്ചു. നമ്മുടെ നാടിനെയും സാധാരണ മറ്റു മനുഷ്യരെയും രാജാവിൻ്റെ സുരക്ഷയ്ക്കെതിരായിട്ട് ചെയ്തുകൊണ്ട് എവിടെ വെച്ച് കണ്ടാലും പിടിച്ച് ജയിലിടാനും വധശിക്ഷയ്ക്കുള്ള ദിവസം തീരുമാനിക്കാനും ഉത്തരവായിരുന്നു. ഇതുകൊണ്ട് നമ്മുടെ രാജകുമാരൻ പറയും, എനിക്ക് വധശിക്ഷയോന്ന്. അപ്പോഴത്തേനും ഇയാൾ പുള്ളി പറയും, നിനക്ക് മാത്രമല്ല എത്രയും പെട്ടെന്ന് ലീസ്വാനെ കൂടെ കണ്ടുപിടിച്ചിട്ട് അവനെയും കൂടെ കൂട്ടിയാൽ രണ്ടുപേർക്ക് ഒരുമിച്ചങ്ങ് മരിക്കും.
എന്നിട്ട് നമ്മുടെ രാജകുമാരനെയാണെങ്കിൽ ജയിലിലോട്ട് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ടാണ് അക്കാഡമി ഫുള്ളായിട്ട് സെർച്ച് നടക്കുക ലീസുവാനെ തപ്പി. അവിടെ എല്ലാം നടന്നിട്ടും അവനെ കിട്ടത്തില്ല. ഉടനെ അവിടെ നിന്ന് എല്ലാവരോടും പറയും രാജാവിൻ്റെ ഉത്തരവാണ് ലീസുവാനെ എത്രയും പെട്ടെന്ന് പിടിച്ചുകൊണ്ട് ജയിലിലിടാനുള്ളതെന്ന്. എന്നിട്ട് അവിടെ അവരൊന്ന് പറയും നിങ്ങൾ ആരെങ്കിലും ലീസുവാനെ കണ്ടെങ്കിൽ രാജാവിൻ്റെ ഉത്തരവാന്ന് പറയും. ഉടനെ നമ്മുടെ പിയാരൻ പറയും അവൻ ഇവിടെ നിന്ന് വന്നിട്ടില്ല, ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ അവനെ കണ്ടിട്ടില്ലെന്ന് പറയും. ഇവരോടൊക്കെ ചോദിച്ചു നോക്കാൻ പറയും. ഉടനെ പുള്ളി നമ്മൾ യാരനോട് ചോദിക്കും. യാരൻ പറയും അതെ അതെ അവനിവിടെ വന്നിട്ടില്ലെന്ന് പറയും. ഉടനെ അയാൾ എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ പിന്നെ ലീസുവാനെ കണ്ടിട്ടില്ലെന്ന് പറയും. ഉടനെ പുള്ളി പറയും അതൊന്നും പറഞ്ഞ കാര്യമില്ല, ഞങ്ങൾക്ക് ഉറപ്പായിട്ട് വെള്ളം തപ്പണമെന്ന് പറയും. അത് കേട്ട് നമ്മുടെ പിയാരൻ പറയും നിങ്ങൾക്ക് അത്ര ധൈര്യവും ഈ അക്കാഡമി ഒന്ന് തപ്പാൻ, ഓരോരുത്തർ നിങ്ങൾക്ക് അതിനുള്ള എന്ത് ധൈര്യമുള്ളതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മൾ യാരൻ ദേഷ്യപ്പെട്ട് പറയും ഈ പ്രശ്നങ്ങളെല്ലാത്തിനും ഇടയ്ക്ക് ലോഡ്സിൻ്റെ ഫോർമേഷൻ ഇല്ലാക്കുന്നതിന് ഇതിലാണ് എന്തെങ്കിലും നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന ഒച്ചപ്പാടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം അത് വെച്ച് ഇവർ ദേഷ്യപ്പെടാൻ തുടങ്ങും. അത് കേട്ടുകൊണ്ട് നമ്മുടെ പടയാളി ഒരു ടോക്കൺ എടുത്ത് വെച്ചാൽ രാജാവിൻ്റെ ഉത്തരവാണ്, ഉറപ്പായിട്ടും ഞങ്ങൾ അന്വേഷിക്കുമെന്ന് പറയും. എന്നിട്ട് അവരവിടെ എല്ലാം അന്വേഷിക്കാൻ തുടങ്ങും. പെട്ടെന്ന് നമ്മുടെ യാരനോട് പറയും നീ എത്രയും പെട്ടെന്ന് പോയി ചെങ്ചാങ്ങിനോട് പറ നമ്മൾ ലീസർ അന്വേഷിക്കാൻ വന്നിട്ടുണ്ട് പറയും. യാരും കഷ്ടപ്പെട്ട് ഓടി പിടിച്ച് വന്നിട്ട് ലീസറിനോട് പറയും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് വെക്കോ, നിന്നെ അന്വേഷിച്ച് പടയാളികൾ വന്നിട്ടുണ്ടെന്ന് പറയും. പിന്നെ നമ്മുടെ ബിയാൻ ചോദിക്കുക എന്നാ നീ പറയുന്നത് എന്ന് പറയും. നിന്നെ പിടിച്ചുകൊണ്ട് വധശിക്ഷയ്ക്കാണെന്നാണ് പറഞ്ഞതെന്ന് പറയും. കേട്ടുകൊണ്ട് നമ്മുടെ ബിയാൻ ചോദിക്കും, നമ്മുടെ ലീസൺ ചോദിക്കും അപ്പം ലോങ് വെയർ ആവുന്നു. ഉടനെ നമ്മുടെ യാരും പറയും അവനെ നാളെ വധശിക്ഷ വിധിക്കുമെന്നാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട്